KPCC പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ കാര്യ സമിതിയിൽ 6 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 13 വൈസ് പ്രസിഡന്റുമാരെയും 58 ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജംബോ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ, VK ശ്രീകണ്ഠൻ, ഡീൻ കുര്യാക്കോസ്, പന്തളം സുധാകരൻ, AK മണി, CP മുഹമ്മദ് എന്നിവരെയാണ് രാഷ്ട്രീയ കാര്യ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറിയാവും. അതുപോലെ പാലോട് രവി വൈസ് പ്രസിഡന്റാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് നടപടി. നിലവിലെ ഭാരവാഹികളോടൊപ്പം കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയാണ് പുനഃസംഘടന. ബീഹാർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണ് കോൺഗ്രസ് മുൻഗണന കൊടുക്കുന്നത്. വൈസ് പ്രസിഡന്റാകുന്ന മറ്റുള്ളവർ T ശരത്ചന്ദ്ര പ്രസാദ്, ഹൈബി ഈഡൻ, VT ബൽറാം, VP സജീന്ദ്രൻ. അതുപോലെ ജനറൽ സെക്രട്ടറിമാരാകുന്ന മറ്റുള്ളവർ പഴകുളം മധു, ടോമി കല്ലാനി, K ജയന്ത്, MM നസീർ, ദീപ്തി മേരി വർഗീസ്, BA അബ്ദുൾ മുത്താലിബ്, PM നിയാസ്, ആര്യാടൻ ഷൌക്കത്ത്, നെയ്യാറ്റിൻകര സനൽ, PA സലീം, KP ശ്രീകുമാർ, TU രാധാകൃഷ്ണൻ, ജോസി സെബാസ്റ്റ്യൻ, സോണി സെബാസ്റ്റ്യൻ, MP വിൻസെന്റ്, ജോസ് വല്ലൂർ, C ചന്ദ്രൻ, ഇബ്രാഹിം കുട്ടി കല്ലാർ, P മോഹൻരാജ്, ജ്യോതികുമാർ ചാമക്കാല, MJ ജോബ്, S അശോകൻ, മണക്കാട് സുരേഷ്, KL പൗലോസ്, MA വാഹിദ്, രമണി P നായർ, ഹക്കീം കുന്നിൽ, ആലിപ്പറ്റ ജമീല, ഫിൽസൺ മാത്യൂസ്, V ബാബുരാജ്, A ഷാനവാസ് ഖാൻ, K നീലകണ്ഠൻ, ചന്ദ്രൻ തില്ലങ്കേരി, P ജർമീസ്, അനിലക്കര, KS ശബരിനാഥൻ, സന്ദീപ് വാര്യർ, KB ശശികുമാർ, നൌഷാദ് അലി KP, IK രാജു, MR അഭിലാഷ്, KA തുളസി, KS ഗോപകുമാർ, ഫിലിപ്പ് ജോസഫ്, ഷാജി N ശൈലാജ്, BRM ഷഫീർ, എബി കുര്യാക്കോസ്, PT അജയ് മോഹൻ, KV ദാസൻ, അൻസജിത റസൽ, വിദ്യാ ബാലകൃഷ്ണൻ, നിഷ സോമൻ, ലക്ഷ്മി R, സോണിയ ഗിരി, K ശശിധരൻ, E സമീർ, സിമോൻ അലക്സ്.